വിശുദ്ധ കുരിശിന്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. ദൈവത്തിന്റെ ന്യായവിധി, നിയമലംഘകരുടെ ശിക്ഷ, ദുഷ്ടതയുടെ അനന്തരഫലം എന്നിവയെക്കുറിച്ചാണ്. ഇവിടെ ദൈവത്തിന്റെ ന്യായവിധിയും ദുഷ്ടതയെ നീക്കം ചെയ്യുന്നതും സംബന്ധിച്ച 2 ദർശനങ്ങളാണ്. പ്രവാചകൻ ഒരു വലിയ പറക്കുന്ന പുസ്തകച്ചുരുൾ കാണുന്നു. അതിൽ എഴുതിയിരിക്കുന്ന ശാപം കള്ളം പറയുന്നവർക്കും മോഷ്ടിക്കുന്നവർക്കും ശിക്ഷ വരും. ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവർ അവരുടെ വീടുകളോടുകൂടി നശിക്കുമെന്നതാണ്. 2ാമത്തെ ദർശനത്തിൽ പ്രവാചകൻ ഒരു കലശം കാണുന്നു. അതിനുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ദൂതൻ പറയുന്നു, ഇവൾ ദുഷ്ടതയാണ്. കലശം അടച്ചുപൂട്ടി ശിനാർ ദേശത്തേക്ക്, അതായത് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. ദൈവം തന്റെ ജനത്തിൽ നിന്ന് ദുഷ്ടതയെ നീക്കി അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് അയക്കുമെന്നതാണ് ഈ ദർശനത്തിന്റെ അർത്ഥം. 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ന്യായവിധി, ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ദേവാലയ പുനർനിർമ്മാണം എന്നിവയെക്കുറിച്ചുള്ള ദർശനങ്ങളാണ്. പ്രവാചകൻ 2 മലകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന 4 രഥങ്ങളെ കാണുന്നു. രഥങ്ങളിൽ ചുവപ്പ്, കറുപ്പ്, വെള്ള, ചാരനിറത്തിലുള്ള കുതിരകൾ. ഇവ ഭൂമിയിലെ വിവിധ ദേശങ്ങളിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും ലോകത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയും സൂചിപ്പിക്കുന്നു. 4 രഥങ്ങൾ ദൈവത്തിന്റെ സർവാധിപത്യവും ജോഷുവയുടെ കിരീടധാരണവും ഭാവിയിലെ മിശിഹായുടെ മഹത്വവും സൂചിപ്പിക്കുന്നു. ദർശനത്തിൽ പ്രവാചകൻ വെള്ളിയും പൊന്നും കൊണ്ട് കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായ ജോഷുവയുടെ തലയിലിടുന്നു. ഇത് കൊമ്പ് എന്ന മിശിഹായുടെ പ്രതീകമാണ്. കൊമ്പ് യഹോവയുടെ ആലയത്തെ പണിയും, അവൻ മഹത്വം പ്രാപിക്കും. പുരോഹിതനും രാജാവും തമ്മിൽ സമാധാനമുണ്ടാകും. ദൂരദേശങ്ങളിൽ നിന്നുള്ളവർ ദേവാലയ നിർമ്മാണത്തിൽ പങ്കാളികളാകും. ദൈവത്തിന്റെ വചനമനുസരിച്ചാൽ ഈ വാഗ്ദാനങ്ങൾ നിറവേറും എന്നതാണ് ഈ ദർശനത്തിന്റെ സന്ദേശം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.